ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും വളരെ കുറഞ്ഞ ചേരുവകളും മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി സെയിം കടായിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിനി വേണമെങ്കിൽ പാലും ക്യാരറ്റും കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പാലൊക്കെ വറ്റി കുറുകി വരണം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കണ്ട പാലൊക്കെ നല്ല പോലെ വറ്റിയിട്ട് ക്യാരറ്റൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ്. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഹൽവ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ക്യാരറ്റ് ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ റെഡിയാക്കണം. അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നന്നായിട്ടങ്ങ് ഉടച്ച് കളയരുത്. ഇനി ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കണ്ടോ, എന്തോരം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് കഴിക്കാൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹൽവയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് ഹൽവ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.